ഇന്ത്യയുടെ സ്വപ്ന നഗരിയായ മുംബൈയിലാണ് നമ്മളിപ്പോൾ. മുംബൈയുടെ ചരിത്ര പ്രസിദ്ധമായ ചർച്ച് ഗേറ്റ് പരിസരത്തുള്ള രണ്ട് പ്രധാന കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഹലോ ഗൈസ്, യു ആർ വാച്ചിങ് ടെസു ടോക്സ്. ഇത് ക്രോസ് മൈതാനം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ട്രീറ്റ് ഫെസ്റ്റുകളിലൊന്നായ കാലാഗോഡ ആർട്ട് ഫെസ്റ്റ് കാണാനാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ചർച്ച് ഗേറ്റ് സ്റ്റേഷനിൽ നിന്ന് അല്പം നടന്നാല് നമ്മൾ കാലാഗോഡയിലെത്തും. ഇവിടെ എത്തിയാൽ പിന്നെ കലയുടെ ലോകമാണ്. റോഡരികിലെ ഭിത്തിയിൽ വരെ മനോഹരമായ ചിത്രങ്ങൾ. കാലാഗോഡയിലെ വിവിധ ഇടങ്ങളിലായാണ് ഈ പരിപാടികൾ നടക്കുന്നത്. അതിലൊരു ഡെസ്റ്റിനേഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഓരോ വർഷവും ഫെബ്രുവരി മാസത്തിൽ വ്യത്യസ്തമായ പ്രമേയങ്ങളിലുള്ള ഇൻസ്റ്റോളേഷനുകളാണ് ഇവിടെ ഒരുക്കാറുള്ളത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ കരവിരുതുകൾ കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നിപ്പോകും. കലയെ സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 1998 ഒക്ടോബർ 30 മുംബൈയിലെ കലാ ഗാലറികളും സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് കാലാഗോഡ അസോസിയേഷൻ രൂപീകരിച്ചത്. പിന്നീട് 1999 ആദ്യത്തെ ആർട്ട് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. തുടക്കത്തിൽ ഇതൊരു ചെറിയ പ്രാദേശിക പരിപാടി ആയിരുന്നെങ്കിലും ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മൾട്ടി ഡിസിപ്ലിനറി സ്ട്രീറ്റ് ആർട്ട് ഫെസ്റ്റിവൽ ആയിട്ട് ഇത് വളർന്നു. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ ആദ്യത്തെ ശനിയാഴ്ച ആരംഭിച്ച് അടുത്ത ഞായറാഴ്ച വരെ 9 ദിവസമാണ് ഈ ഫെസ്റ്റിവൽ ഉള്ളത്. കല ആസ്വദിക്കുവാൻ സാധാരണക്കാരൻ പൈസ നൽകേണ്ടതില്ല എന്ന ആശയത്തോടെ എല്ലാ വേദികളിലും പ്രവേശനം സൗജന്യമാണ്. കാലാഗോഡയിലെ മറ്റു തെരുവുകളിൽ നിന്നും വ്യത്യസ്തമായി ക്രോസ് മൈതാനം നമ്മെ വരവേൽക്കുന്നത് കൂറ്റൻ ഇൻസ്റ്റാളേഷനുകളിലൂടെയാണ്. കാലാഗോഡയിലെ മറ്റു തെരുവുകളെ അപേക്ഷിച്ച് ഇവിടെ സ്ഥല സൗകര്യം കൂടുതലായതിനാൽ ലോഹം, പ്ലാസ്റ്റിക്, തടി, പാഴ്വസ്തുക്കൾ അഥവാ സ്ക്രാപ്പ് എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച കൂറ്റൻ ശില്പങ്ങൾ നമുക്കിവിടെ കാണാം. ഇതൊന്നും വെറും ആർട്ട് വർക്ക് മാത്രമല്ല, പലതരത്തിലുള്ള സാമൂഹിക സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. പരിസ്ഥിതി സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം, മുംബൈയുടെ നഗരജീവിതം തുടങ്ങിയ ഗൗരവമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇൻസ്റ്റാളേഷനുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. കാണികൾക്ക് തൊട്ടുനോക്കാനും അതിനുള്ളിൽ കയറാനും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും സാധിക്കുന്ന തരത്തിലുള്ള ഇനാക്റ്റീവ് ഇൻസ്റ്റാളേഷനുകളാണ് ക്രോസ് മൈതാനത്തെ പ്രത്യേകത. ഉപയോഗശൂന്യമെന്ന് കരുതി നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായ രൂപങ്ങൾക്കൊപ്പം ഫോട്ടോ എടുക്കുവാനും കലയെ അടുത്തറിയുവാനും നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ ഒത്തുകൂടുന്നത്. മുംബൈയുടെ മാത്രം സാംസ്കാരിക അടയാളം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാലാഗോഡ ആർട്ട് ഫെസ്റ്റ് അവസാനിക്കുവാൻ ഇനി 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. മുംബൈയുടെ ആത്മാവ് തൊട്ടറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലാഗോഡ ആർട്ട് ഫെസ്റ്റിവൽ ഒരു വലിയ വിരുന്നായിരിക്കും. ആദ്യത്തെ ഡെസ്റ്റിനേഷനായ കാലാഗോഡ ആർട്ട് ഫെസ്റ്റ് കണ്ടതിനു ശേഷം ഞങ്ങൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പ്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 12 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് നിരക്ക്. ചർച്ച് ഗേറ്റ് പെഡസ്ട്രിയൻ സബ്വേക്ക് മുന്നിലായാണ് ബസ്സുകൾ നിർത്തിയിട്ടിരുന്നത്. തിരക്കുള്ള നഗരം ആയതുകൊണ്ട് തന്നെ ഓരോ 2-3 മിനിറ്റിനിടയിൽ ബസ്സുകൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞങ്ങൾ കയറിയ ബസ്സിന് താരതമ്യേന തിരക്ക് കുറവായിരുന്നു. പഴയ കൊളോണിയൽ കാലഘട്ടത്തിലെ കെട്ടിടങ്ങളും മുംബൈയുടെ തിരക്കും ആസ്വദിച്ചുള്ള ഈ യാത്ര വല്ലാത്തൊരു അനുഭവമായിരുന്നു. അങ്ങനെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുന്നിലെത്തി. സെക്യൂരിറ്റി ചെക്കും ബാഗ് പരിശോധനയ്ക്ക് ശേഷമാണ് നമ്മളെ അകത്തേക്ക് കയറ്റിവിടുന്നത്. 1924 പണി തീർത്ത ഈ സ്മാരകം മുംബൈയുടെ പ്രൗഢി വിളിച്ചോതുന്നതാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെ ലോക പ്രശസ്തമായ താജ്മഹൽ പാലസ് ഹോട്ടലുമുണ്ട്. വൈകുന്നേരത്തെ കടൽക്കാറ്റും ഇവിടുത്തെ ജനത്തിരക്കും ഒക്കെ ചേർന്ന് ഒരു പ്രത്യേക വൈബാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ പ്രധാനമായും 3 തരത്തിലുള്ള ബോട്ട് യാത്രകളാണ് ലഭ്യമായിട്ടുള്ളത്. ഒന്ന് എലിഫന്റ കേവ്സ് ഫെറിയിലേക്ക്. യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള എലിഫന്റ ഗുഹകളിലേക്ക് ഇവിടെ നിന്നും ബോട്ടുകൾ ലഭിക്കും. 2 അലിബാഗിലേക്ക് പോകുവാനുള്ള ഏറ്റവും എളുപ്പ വഴിയായ മണ്ഡവ ഫെറിയിലേക്ക്. 3 ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള പ്ലഷർ ട്രിപ്പുകൾ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലെ പ്രധാന ആകർഷണങ്ങളിൽ മറ്റൊന്നാണ് മൾട്ടിമീഡിയ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഭിത്തികളിൽ അത്യാധുനികമായ പ്രൊജക്ഷൻ മാപ്പിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ ഷോ പ്രദർശിപ്പിക്കുന്നത്. സ്വരാജ് എന്ന പ്രമേയത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവും ഛത്രപതി ശിവാജി മഹാരാജാവിന്റെ ജീവിതവും മഹാരാഷ്ട്രയുടെ സംസ്കാരവുമാണ് പ്രധാനമായും ഷോയിൽ ഉൾപ്പെടുത്തുന്നത്.
സാധാരണയായി വൈകുന്നേരം 8-നാണ് ഷോ ആരംഭിക്കുന്നത്. ഏകദേശം 20 മുതൽ 30 മിനിറ്റ് വരെ ദൈർഘ്യം വരുന്ന ഈ ഷോ കാണുവാൻ ഗേറ്റ് വേയുടെ തൊട്ട് മുന്നിലുള്ള പ്ലാസയിൽ നേരത്തെ തന്നെ സ്ഥാനം പിടിക്കുന്നത് നന്നായിരിക്കും. ഷോ കഴിഞ്ഞ് തിളങ്ങി നിൽക്കുന്ന ഗേറ്റ് വേയും താജ്മഹലിന്റെയും പശ്ചാത്തലത്തിൽ ഫോട്ടോ എടുക്കാതെ ഇവിടെ നിന്നാരും മടങ്ങാറില്ല. അങ്ങനെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ്. മുംബൈയുടെ ജീവരക്തമായ ചുവന്ന ഇലക്ട്രിക് ബസ്സിലായിരുന്നു ഞങ്ങളുടെ യാത്ര. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ചർച്ച് ഗേറ്റ് സ്റ്റേഷനിലേക്കുള്ള യാത്ര ചരിത്രത്തിന്റെ നടുവിലൂടെയാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ വിക്ടോറിയൻ ഗോത്തിക് വാസ്തുവിദ്യയിൽ പണിത കൂറ്റൻ കെട്ടിടങ്ങൾ ഈ റോഡുകൾക്ക് ഒരു യൂറോപ്യൻ നഗരത്തിന്റെ പ്രതീതി നൽകുന്നു. മുംബൈ നഗരത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊരു അടയാളമാണ് കറുപ്പും മഞ്ഞയും നിറമുള്ള കാലാപീല ടാക്സികൾ. മുംബൈ തെരുവുകളെ വർണ്ണാഭമാക്കുന്നതിൽ ഈ ടാക്സികൾക്ക് വലിയ പങ്കുണ്ട്. മുംബൈ ലോക്കൽ ട്രെയിനുകളുടെ പടിഞ്ഞാറൻ പാതയിലെ അവസാന സ്റ്റേഷനാണ് ചർച്ച് ഗേറ്റ്. വെറും ഒരു റെയിൽവേ സ്റ്റേഷൻ എന്നതിലുപരി മുംബൈയുടെ അതിജീവനത്തിന്റെയും ഓട്ടത്തിന്റെയും പ്രതീകമാണ് ഇവിടെ. പഴയ മുംബൈ കോട്ടയുടെ വാതിലുകളിൽ ഒന്നായിരുന്നു ഇവിടെ. അതുകൊണ്ടാണ് ചർച്ച് ഗേറ്റ് എന്ന പേര് വന്നത്. നല്ല വലിപ്പമുള്ള ഉരുളക്കിഴങ്ങും പട്ടാണിയും ചേർത്ത മസാല നിറഞ്ഞ ചൂട് ചൂട് സമൂസ കഴിക്കാതെ എങ്ങനെയാണ് മുംബൈ യാത്ര അവസാനിപ്പിക്കാൻ പറ്റുക? നല്ല മുരിഞ്ഞ സമൂസ ഓരോന്ന് കഴിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക്. അപ്പൊ ശരി, മിണ്ടി മറിഞ്ഞിരിക്കാൻ അടുത്ത ദിവസം വരാം. ബൈ ഫ്രം ടെസു ടോക്സ്. അഭിപ്രായങ്ങള് കമന്റിൽ പറയാൻ മറക്കല്ലേ.